ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങളുടെ കടന്നു പോകുന്നു. ആരായിരിക്കും കേരളത്തിലെ ബിരിയാണി ക്യൂ എന്നറിയാൻ നിമിഷം എന്ന് പറയുന്നത് വെറും നിമിഷം മാത്രം. ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഉദ്യോഗ നിമിഷങ്ങൾ. ആര് ചൂടും ബിരിയാണി പട്ടം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലൈവ് ബിരിയാണി പാചക മത്സരം. കൈപുണ്യമേറിയ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള വഴിയായി മാറിയ കേരള ബിരിയാണി ക്വീൻ മത്സരത്തിൽ കിരീടം ചൂടി കണ്ണൂരിൽ നിന്നെത്തിയ മറിയം ജാഫർ. Madhubhumi Kerala Biryani Queen, the first season crowned queen is the crowning to be done by Mamuka. The trophy by Shreyamsa, 5 lakhs, 5 ലക്ഷം രൂപയാണ് cash prize. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മുഖ്യാതിഥിയായ വേദിയിൽ നിറഞ്ഞ കണ്ണുകളോടെ രണ്ടാം സ്ഥാനം കൊല്ലം സ്വദേശി ആൻസി സാബുവും നേടി. മൂന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ കോഴിക്കോടുകാരി ഹബീബയും കരസ്ഥമാക്കിയപ്പോൾ മാതൃഭൂമി റോസ് ബ്രാൻഡ് കേരള ബിരിയാണി ക്വീൻ സീസൺ 1 വർണ്ണാഭമായ സമാപനം. And the cash prize from Sri Rabiullah, the chairman and managing director of Bandhaman Agro Industries Private Limited. ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാവിലൊന്ന് വെള്ളം ഊറും. ഈ ബിരിയാണി ഫെസ്റ്റിവല് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഈ ജഡ്ജിമാർ ഈ 10-28 ബിരിയാണി കഴിച്ചത് എങ്ങനെ ഇതിൽ നിന്ന് നല്ല തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് പറ്റാറില്ല. അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കണ്ടുപിടിക്കുന്ന വലിയ പാടാണ്. ഏതായാലും എല്ലാ വിജയികൾക്കും ആശംസകൾ നേരുന്നു. ഇത് കണ്ടുപിടിച്ച ഈ ജഡ്ജസിനും പ്രത്യേകിച്ച് ആശംസ നേരുന്നു. നമസ്കാരം. 13,000-ലധികം രജിസ്ട്രേഷൻ, അതിൽ 420 പേർ മത്സരത്തിന്. കേരളത്തിലെ 14 ജില്ലകളിൽ പ്രാഥമിക മത്സരം നടത്തി ഫൈനലിലെത്തിയ 28 പേർ. പാചകറാണിയെ കണ്ടെത്തുക ശ്രമകരമായിരുന്നെന്ന് വിധികർത്താക്കളും. വന്നപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 28 ബിരിയാണി കഴിക്കാൻ ഒക്കും. ഇല്ല, 3 വരെ കഴിച്ചില്ലേ? അതാർക്കൊക്കെയല്ലോ. ഒരു 1000-ഓളം പേരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആ ജില്ലാടിസ്ഥാനത്തിൽ 2 പേര് വിജയിച്ച് അവരുടെ ഒരു ഫിനാലെ കൊണ്ടുവരിക കൊച്ചിയിൽ. അതും ബിരിയാണി നമ്മുടെ മുമ്പിലിട്ട് ലൈവായിട്ട് അവർ 2 മണിക്കൂർ കുക്ക് ചെയ്ത് ദം അടിപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ടേസ്റ്റ് ചെയ്താണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വൺ ഓഫ് കൈൻഡ് ആണ്. പുരസ്കാര വിതരണത്തിനെത്തിയ മമ്മൂട്ടിയെ അടുത്ത് കണ്ട ആവേശവും ആകാംക്ഷയും മത്സരാർത്ഥികളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഫൈനലിന് മാറ്റുകൂട്ടാനെത്തിയ ബിരിയാണി വിപ്ലവ നായകൻ ശംഖുവും വേദി കയ്യിലെടുത്തു. പതിനാല് ജില്ലകളിലും രുചിയുടെ മുഹബത്ത് വിളമ്പിയവർ അറബിക്കടലിന്റെ മടിത്തട്ടിലും ഓടിയെത്തി കൂട്ടുകാർക്ക് കരുത്താകാൻ. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്ന് വിരുന്ന് സൽക്കാരം ഒരുക്കി. കാണികൾക്ക് ആവേശമായി അഫ്സലും അഖില ആനന്ദും ഒരുക്കിയ സംഗീത നിശയും. വിശപ്പ് മാറ്റാൻ മാത്രമല്ല, മനസ്സിൽ നിറയ്ക്കാനും ബിരിയാണിക്ക് കഴിയും. ലേശം മുഹബത്ത് ചേർത്താൽ മതി. ദുൽഖറിന്റെ ഈ വാക്കുകൾ തന്നെയാണ് മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കിയ കേരള ബിരിയാണി ക്വീൻ ഫിനാലെ വേദിയിൽ കണ്ടതും. സ്നേഹത്തോടെ സഹകരണത്തോടെ ഒന്നിച്ചു നിന്ന ഓരോ വീട്ടമ്മയും വിജയി തന്നെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.